കാരണം ഒരു ഇല എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഞരമ്പുകൾ അല്ലെങ്കിൽ നാഡികൾ, അതിലുള്ള ഞരമ്പുകളൊക്കെ പച്ചയായിട്ട് നിൽക്കുകയും അതിൻ്റെ ഇടയിലുള്ള ഭാഗം മഞ്ഞയായിട്ട് കാണുന്ന ഒരു ഡെഫിഷ്യൻസി, ഒരു കുറവാണ്, ഒരു മൂലകത്തിൻ്റെ കുറവാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഡെഫിഷ്യൻസിയാണ്. ഇപ്പോൾ ചെടികളിൽ വളർച്ചയ്ക്ക് ഞാൻ നേരത്തെ പണ്ട് മുമ്പ് പറയാൻ പോലെ 2-3 കാരണങ്ങളാണ്. ഒന്ന് ന്യൂട്രീഷൻ കുറവ്, അല്ലെങ്കിൽ കീടങ്ങൾ, അല്ലെങ്കിൽ ഫംഗൽ ബാധ. 4-മത്തേതായിട്ട് നമുക്ക് പറയാവുന്നതാണ് മൈക്രോ ന്യൂട്രിയൻസിൻ്റെ അഭാവം. കാരണം നമ്മളിപ്പോൾ NPK വളങ്ങളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്, പക്ഷേ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന ഒരു ഡെഫിഷ്യൻസിയാണ് ഈ കാണുന്നത്. ഇതിന് നമ്മൾ മഞ്ഞളിപ്പ് എന്നൊക്കെ പറയുന്ന സംഭവമാണ് മലയാളത്തിൽ. അത് ഈ ഒരു മെത്തേഡ്, ഈ ഒരു മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർവീനൽ ക്ലോറോസിസ് എന്ന് പറയും. കാരണം ഒരു ഇല എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഞരമ്പുകൾ അല്ലെങ്കിൽ നാഡികൾ, അതിലുള്ള ഞരമ്പുകളൊക്കെ പച്ചയായിട്ട് നിൽക്കുകയും അതിൻ്റെ ഇടയിലുള്ള ഭാഗം മഞ്ഞയായിട്ട് കാണുന്ന ഒരു ഡെഫിഷ്യൻസി, ഒരു കുറവാണ്, ഒരു മൂലകത്തിൻ്റെ കുറവാണ്. ഇത് കൂടുതലായിട്ട് കാണുന്നത് ഇരുമ്പിൻ്റെ അഭാവമാണ്. ഇരുമ്പ്, അതേപോലെ മഗ്നീഷ്യം എന്നിവയുടെ അഭാവത്തിലാണ് ഇത് നമ്മൾ കാണുന്നത്. ഇതുപോലെ തന്നെ നൈട്രജൻ, കാരണം ഇത് എപ്പോഴും വിസിബിളായിട്ട് ഉണ്ടാവുക ഇളം ഇലകളിലായിരിക്കും. പിന്നീട് ഇത് കൂടുതലായിട്ട് വ്യാപിച്ചിട്ട് ഇത് ചെടികളിലേക്ക് വളരുക ചെയ്യുക. അതേസമയം നിങ്ങൾ നൈട്രജൻ്റെ കുറവ് കൊണ്ടും പച്ചപ്പ് കുറവുണ്ടാവും. ഈ പച്ചപ്പ് കുറവ് അത് ക്ലോറോഫില്ലിൻ്റെ കുറവാണ്. അത് നൈട്രജൻ്റെ കുറവാണെങ്കിൽ അത് കാണുക ആദ്യം ഓൾഡർ ലീഫിലാണ്, വെച്ചാൽ പഴയ ഇലകളിൽ, പുതിയ ഇലയിലല്ല കാണുക. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് തിരിച്ചറിയാത് ഇരുമ്പിൻ്റെ അഭാവമാണോ മഗ്നീഷ്യത്തിൻ്റെ ആണോ അതോ നൈട്രജൻ്റെ കുറവാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഇൻ്റർവീനൽ ക്ലോറോസിസ്, ഈ മഞ്ഞളിപ്പിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇന്ദുപ്പ് അഥവാ മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും എപ്സം സാൾട്ട് നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മഗ്നീഷ്യത്തിൻ്റെ കുറവും അയൺ കണ്ടൻറ്റുള്ള മൈക്രോ ന്യൂട്രിയൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇൻ്റർവീനൽ ക്ലോറോസിസിൽ നിന്ന് ചെടികളെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും.